നിങ്ങളുടെ ക്രിസ്മസ് കപ്പ റെഡിയായി. വൈൻ ഞങ്ങളെ 3 കൊല്ലമായിട്ട് ഇട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇന്ന് എടുക്കുക. ഇനി ഈ കപ്പയും ഈ മീൻകറി ഈ മോരും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഡിസംബർ 25 രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. കാര്യം രാവിലെ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതുമായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കതൊക്കെ കാണാം. ക്രിസ്മസ് സ്പെഷ്യൽ എന്തോ അപ്പം നമുക്ക് ഇന്ന് കപ്പ വേവിച്ചത് മീൻകറി. അടിപൊളി. അപ്പം ഇവിടെ കപ്പ പൊളിക്കുക. സൂപ്പർ കപ്പ കേട്ടോ. നന്നായിട്ട് ഇളകുന്നു. കുറേ ചെറു കപ്പകളാ ലാസ്റ്റ് ആയപ്പോൾ കിട്ടിയ. അപ്പം പപ്പ ഇവിടെ കപ്പ പൊളിക്കുന്നു. ഞാനാണെങ്കിൽ ഇവിടെ മോര് കറിക്ക് വേണ്ടി വെളുത്തുള്ളി പൊളിക്കുക. അമ്മയാണെങ്കിൽ മീൻകറിക്ക് വേണ്ടിയുള്ളതെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മയാണ് മീൻകറി ഉണ്ടാക്കുന്നേ. ഞങ്ങളുടെ പരിപാടികളെല്ലാം കണ്ട് നിൽക്കുന്നത് ഇവിടെ ആരാ? എൻ്റെ പൊന്നു ആപ്പി കിച്ചുമച്ച് എവിടോ പോകുന്നോർത്ത് ഞങ്ങളുടെ കൂടെ നടക്കും. അതുകൊണ്ട് അപ്പയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ആ ഉമ്മയുടെ കള്ളത്തരം എന്തുവാണെന്നറിയാം? പച്ചക്കപ്പ തിന്നാൻ വേണ്ടിയാ. അത് വേണ്ടിയിട്ട് കൊടുത്തൊന്നുമല്ല അപ്പയ്ക്ക്, പച്ചക്കപ്പ തിന്നാനാ. കണ്ടോ ആണെന്ന് വായും വിളിച്ചു. കണ്ടോ ഉള്ള പച്ചക്കപ്പ തിന്ന് മോൻ്റെ വയറ് നോവും കേട്ടോ. അപ്പയ്ക്ക് ഉമ്മ വന്നു. മോനെ ഇനി തിന്നണ്ട, മോനെ അപ്പുറത്ത് നോക്കൂ. ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുക ഉരുമി നമ്മളെവിടോ പോകുന്നോർത്ത്. എങ്ങും പോത്തില്ല എൻ്റെ പിങ്കാമോനെ, എങ്ങും പോത്തില്ലടി. മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ച് മീനമ്മ ഇടുക ഇതിൻ്റെ അകത്ത്. ഞാനേ ഒരു മോര് കാച്ചാൻ പോവുക. അപ്പം അത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാ. എളുപ്പം. അപ്പം ആദ്യം തൈര് നമുക്ക് മിക്സിക്കകത്തിട്ടു. അതിനകത്തെ മഞ്ഞപ്പൊടി ശകലം, പിന്നെ കുറച്ച് ഉപ്പ്, മോരിനാവശ്യമായ ഉപ്പ് ഒന്ന് അടിച്ചെടുക്കണേ. ഇത് രണ്ടും കൂടി ഇട്ട് ഒരു കറക്ക്. അപ്പം ഇത് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. അപ്പം തൈര് ഞാനാണെങ്കിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പം മോരിന് കടുക് വറക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് കൊച്ചുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം മോര് കാച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിനകത്തേക്ക് കടുക്, ശകലം ജീരകം, ഒരു നുള്ളു ഉലുവ. ഇത് മൂന്നും പൊട്ടി വന്നിട്ടുണ്ട്. അതിന് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് വഴറ്റി. ഇപ്പം ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് എളുപ്പം ഉണ്ടാക്കാം. ഉള്ളി എല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അല്ല ഇതിനകത്ത് വറ്റൽമുളക് ഉണ്ട്, വറ്റൽമുളക് മുറിച്ചിട്ടാൽ മതി. ഇല്ല എങ്കിൽ എളുപ്പപ്പണിയാണ്. അതിൻ്റെ ഈ മുളക് പൊടി ഇച്ചിരി അങ്ങോട്ട് ഇടണം. ഇത് അങ്ങോട്ട് പച്ചച്ചോവ് മാറി നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന മോര് ഈ അങ്ങ് ഓഫ് ചെയ്തേക്കും. ഗ്യാസ് ഓഫ് ചെയ്തു. മോരൊഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം മോരിൻ്റെ അകത്ത് വെള്ളം ചേർക്കണമെങ്കിൽ നമ്മൾ തൈര് അടിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ മുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ആ മിക്സിലേക്ക് ഒഴിച്ച്
മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. മോര് കറി റെഡി. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് മോര് കറി വെച്ച് നോക്കണം. അപ്പം കപ്പയുടെ കൂടെ കഴിക്കാനുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ശക്തിമാൻ ഇളക്കുന്നേ, ശക്തിമാൻ. ഊതുവാ അല്ലേ? നല്ല പൂ പോലത്തെ സോഫ്റ്റ് കപ്പ. ക്രിസ്മസ് കപ്പ റെഡിയായി. തുടുപ്പിന്നുണ്ടോ ചൂടോട് കപ്പ തിന്നേ അമ്മ? പണ്ട് ഈ തുടുപ്പ് പഠിച്ചു നിൽക്കാനായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു കസിൻ്റെ കയ്യിൽ. മോന് വേണം. അങ്ങനെ കപ്പ റെഡിയായി നമ്മളിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാം. അടുത്ത പരിപാടി വൈനടി. നമ്മളങ്ങനെ വൈൻ കുടിക്കാൻ പോവാണേ. വൈൻ ഞങ്ങളെ 3 കൊല്ലമായിട്ട് ഇട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാ, ഇന്ന് എടുക്കുക. ഇത് ബീട്രൂട്ട് വൈനാണ്. അമ്മയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളിയായ. എങ്ങനെയുണ്ടപ്പാ? അടിപൊളിയായില്ലേ? ബീട്രൂട്ട് വൈനായിരുന്നു, റെഡ് കളറായിരുന്നു. ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ വേറെ ഒരു കളറായി, ഒരു ഗോൾഡൻ കളറ് പോലായി. അമ്മയും അപ്പയും ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പം അമ്മയും അപ്പയൊക്കെ വൈൻ ടേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. അടിപൊളി. ഉച്ചയ്ക്ക് ഞങ്ങളങ്ങനെ കപ്പ വേവിച്ച് കഴിക്കുക. ക്രിസ്മസ് തന്നെ ഇന്ന് ഈ പ്രാവശ്യം ഇങ്ങനെ കപ്പ വേവിച്ചതും മീൻകറി, ഇച്ചിരി ബീഫുണ്ട്, അത് ഫ്രൈ ചെയ്തത്. അതാണ് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി. നല്ല കപ്പ. അപ്പം ഞാനും ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണേലും മോരുകറി എടുത്തിട്ടുണ്ട്. ഈ കപ്പ വേവിച്ചതും മീൻകറി, അതിൻ്റെ കൂടെ കാച്ചിയ മോരും കൂടെ ഉണ്ട്, അടിപൊളി. ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് കാച്ചിയ മോരൊഴിക്കാം. കുറച്ച് മോരും ഒഴിച്ചു. ഇനി ഈ കപ്പയും ഈ മീൻകറി ഈ മോരും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. ഒരിച്ചിരി മീനും കൂടെ എടുക്കുക. ഇങ്ങനെ കഴിക്കണം. അപ്പം ഇത് ഞാൻ കഴിച്ചിട്ട് പറയാം. അടിപൊളി. അപ്പം ഇതേപോലെ മോരും മീൻകറിയും കപ്പയും കഴിച്ചിട്ടില്ലാത്തവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ ചെയ്ത്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്ന ബീഫ് ഫ്രൈ ഇല്ലേ, അതേപോലെയാണ് നമ്മൾ ഇതും ചെയ്തേക്കുന്നത്. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്.